പ്രതീക്ഷിക്കുന്ന കാര്യം എന്തായാലും ഇടതുമുന്നണി ചെറിയ വോട്ടുകൾക്കെങ്കിലും വിജയിച്ചു കയറും എന്ന് പ്രതീക്ഷിക്കുമ്പോഴും അൻവർ സമാഹരിക്കുന്ന വോട്ടുകളിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലുകൾ എന്നതും പ്രത്യേകതയുള്ള കാര്യമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അൻവർ എത്ര വോട്ടുകൾ പിടിക്കുമെന്ന ചോദ്യമാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നതും അതുതന്നെയാണ്, അൻവർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അൻവറിൻ്റെ വാദം പരിശോധിക്കും. അൻവറിൻ്റെ വാദം ഇങ്ങനെയാണ്: പോത്തുകല്ല്, വഴിക്കടവ് പഞ്ചായത്തുകളിൽ വലിയ അനുകൂല ട്രെൻഡ് ഇത്തവണ ഉണ്ടായി എന്നത് അൻവറിൻ്റെ ഒരു വാദമാണ്. മണ്ഡലത്തിൻ്റെ പൊതുവായ ഇടങ്ങളിലുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനമുള്ള ഇടങ്ങളിൽ കൂടുതൽ ശക്തമായ നീക്കം നടന്നു എന്ന് അൻവർ കണക്കുകൂട്ടുന്നു. അൻവറിൻ്റെ ഒരു അവകാശവാദം ആ തരത്തിൽ തന്നെയാണ്. ഒപ്പം അൻവർ പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് 75,000-ഓളം വോട്ട് പിടിക്കും, ഇടതു വലത് മുന്നണികളിൽ നിന്നും വ്യാപകമായി തനിക്ക് അനുകൂലമായി ചോർന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് അൻവർ പ്രതീക്ഷിക്കുന്ന കാര്യം. അതുകൊണ്ട് അൻവർ ആ തരത്തിൽ തന്നെ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, അൻവർ അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡ് സംഭവിച്ചെങ്കിൽ ഒരുപക്ഷെ ഇടതു വലത് മുന്നണികളുടെ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമെന്നതാണ്. പക്ഷേ അത് ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലം എന്നതാണ്. കാരണം ഇരു മുന്നണികളും ഒരുപോലെ പറയുന്നു അൻവർ 10,000-ൽ പരം വോട്ടുകൾ പിടിക്കും. അങ്ങനെയെങ്കിൽ അത് ഏത് മേഖലയിൽ നിന്ന് ചോർത്തും എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്ന കാര്യം. ഇനി നമ്മൾ ഈ പോളിംഗിന് ശേഷം അൻവർ ഇത് സംബന്ധിച്ച് CV അനുമോദനോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും ശ്രദ്ധേയമാണ്. കാരണം താൻ വെറും കാര്യമായ പ്രചരണമില്ലാതെ പോലും മുൻകാലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ വോട്ടുകൾ പിടിച്ചിരുന്നു എന്ന അവകാശവാദമാണ് അൻവർ ഇക്കാര്യത്തിൽ ഉന്നയിച്ചത്. നമുക്ക് വേഗത്തിൽ അൻവറിൻ്റെ വാദങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ വിജയിക്കുമെന്ന്, ഇത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാൻ കഴിയും? നാട്ടിൽ കൂടെ നടന്ന ഒറ്റ ബൂത്തും കണ്ടിട്ടില്ല. എവിടെയാ ബൂത്തില്ലാത്തൊരു സ്ഥലം പറയൂ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവാണോ? ഈ ആളുകളൊക്കെ എല്ലാ ബൂത്തും കണ്ടല്ലോ. ആർക്ക് വേണ്ടി താങ്കൾ ചോദിക്കുന്നത്? ഞാൻ പലയിടത്തും പോയിരുന്നു, ഞാൻ കണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്ത് ഞാൻ പോയിരുന്നു, ചുങ്കത്തറയിൽ പോയിരുന്നു, കുറുമ്പാലക്കോട് പോയിരുന്നു, പോത്തുകല്ല് പോയിരുന്നു. ഒരു 100-ലധികം ബൂത്തുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൽ പലയിടത്തും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ബൂത്തുണ്ട്. താങ്കൾക്ക് അടിയന്തരമായിട്ടൊരു തിമിര ശസ്ത്രക്രിയ നടത്തണം. അത് ചെയ്യുന്ന അത് നമുക്ക് ചെയ്യാം. ഇതില് ഈ സ്പോൺസർ ചെയ്യാം. അല്ല, ചികിത്സയുടെ കാര്യമൊക്കെ എന്തായാലും ആർക്ക് വേണമെന്നുള്ളത് ജനം തീരുമാനിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ ജയിക്കുമെന്ന് പറയാൻ കഴിയുന്നത്? അത് ജനങ്ങളുടെ തീരുമാനമല്ലേ, അവരുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമല്ലേ. ഇപ്പോൾ അനുമോദിന്റെ വീട്ടിൽ ആന 2 ദിവസം വന്നാൽ അനുമോദ് ആർക്ക് വോട്ട് ചെയ്യാം? ആനയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന് വോട്ട് ചെയ്യും. നിങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അതന്നെ എവിടെ നടക്കുന്നത്. LDF നിന്നാണോ UDF നിന്നാണോ അനുകൂലമായിട്ട് വോട്ട് കൂടുതൽ ലഭിക്കാൻ പോകുന്നത് പിണറായി സഖാക്കർ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. ഇവിടെ ശ്വാസം മുട്ടി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവർ, അടിച്ചമർത്തപ്പെട്ടവരും പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ്. അതിൽ നിന്ന് തന്നെയാണ് കൂടുതൽ വോട്ട് വരിക. 2ാം സ്ഥാനത്ത് ആരാവുന്ന ചോദ്യം വരുന്നില്ല. ഇല്ല, എനിക്കതല്ല. അപ്പം പറഞ്ഞില്ലേ, മൂപ്പരോട് ഞാൻ ചോദിച്ചല്ലോ. മൂപ്പര മണ്ഡലത്തിൽ പേരാമ്പ്രയിൽ മത്സരിച്ച ആളെ അദ്ദേഹത്തിന് ഓർമ്മയില്ല, എനിക്ക് പോലും ഓർമ്മയില്ല. ആരും കുറ്റം പറയാൻ പറ്റില്ല. തോൽക്കുന്നവൻ്റെ സ്ഥിതി അതാണ്. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അപ്പോൾ 23-ാം തീയതി കാത്തിരിക്കുന്നത്. പിന്നെ 100%. എന്തായാലും 3-4 ബൂത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. രജിത് കൊങ്ങാടൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അനുമോദേ, നമുക്ക് പിടികിട്ടുന്നില്ല അൻവറിനെ. തുടക്കം മുതൽ തന്നെ അൻവറിൻ്റെ നീക്കങ്ങൾ ഇങ്ങനെയാണ്. അൻവർ ചില ഭ്രാന്തമായ ചിന്തകളാണോ നടത്തുന്നതെന്ന സംശയം പോലും ചില കാര്യങ്ങളുണ്ടായി. അദ്ദേഹത്തിന് ചില പ്രസ്താവനകൾ പോലും ആ തരത്തിൽ ഉണ്ടായിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഈ പോളിംഗിന് ശേഷവും ഇത്തരമൊരു കോൺഫിഡൻസ് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് ആണോ അതല്ലെങ്കിൽ ഒരു വാദത്തിൻ്റെ ഭാഗമായി അനുമോദനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളാണോ ഇത്? അല്ല, അൻവറുമായി നമ്മൾ സംസാരിച്ചത് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഇന്ന് പകൽ മുഴുവൻ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ ബൂത്തുകളോട് തന്നെയാണ് പോയിരുന്നത്. പലയിടത്തും അൻവറിൻ്റെ മെഷീനറി ഉണ്ടായിരുന്നില്ല എന്നൊരു വസ്തുത തന്നെയാണ്. അതുതന്നെയാണ് LDF-ഉം UDF-ഉം ഇവിടെ അൻവറിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിൽ ഒരു അപാകതയായിട്ട് കാണുന്നത്. ഈ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കുക, വോട്ട് ഉറപ്പാക്കുക എന്നുള്ളത് പോളിംഗ് ഏജൻറ്റുമാരുടെയും ഒക്കെ വലിയ ഒരു ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അത്തരത്തിൽ എത്രയിടത്ത് അൻവറിന് പോളിംഗ് ഏജൻറ്റുമാരുണ്ടായിരുന്നു എന്ന ചോദ്യം നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ പോളിംഗ് ഏജൻറ്റുമാർക്ക് വോട്ട് ചെയ്യാനാകില്ലല്ലോ എന്ന മറുപടിയായിരുന്നു പറഞ്ഞത്. രണ്ടാമതാണ് നമ്മൾ ഒറ്റയ്ക്ക് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി വന്നത്. എന്നാൽ അൻവറിൻ്റെ വാദങ്ങളെല്ലാം ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഒരു ചോദ്യങ്ങളിൽ പോകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ്. അൻവറിൻ്റെ പ്രതീക്ഷ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ വഴിക്കടവ്, പോത്തുകല്ല്, അതേപോലെ
അമരമ്പലം, കരുളായി മേഖലകളിലാണ്. എടക്കരയിലും അൻവർ നല്ല രീതിയിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊക്കെ അൻവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ ഭൂരിപക്ഷവും വരിക LDF-ൽ നിന്നാണെന്നാണ് അൻവർ കണക്കൂട്ടുന്നത്. UDF-നേക്കാൾ കൂടുതൽ LDF-ൽ നിന്ന് വോട്ടുകൾ തനിക്ക് ചോരും എന്നൊരു കണക്കൂട്ടൽ അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അൻവർ 9 വർഷക്കാലം MLA ആയി നിന്ന സമയത്തെല്ലാം തന്നെ കൂടുതൽ ആത്മബന്ധം പുലർത്തിയത് LDF-ലെ പ്രവർത്തകരുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടതനുഭാവമുള്ളവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്കൊപ്പം ചേരുമെന്ന് തന്നെ അൻവർ കണക്കാക്കുന്നുണ്ട്. അൻവറിന്റെ മെഷീനറികളും അത്തരത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അൻവർ ഓരോ മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്ന് തന്നെ അൻവറിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ ടാർഗറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അൻവർ അവകാശപ്പെടുന്ന അത്ര വോട്ടുകൾ നേടുമോ എന്നൊന്നും നമുക്ക് പറയാനാകില്ല. 75,000-ലേറെ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അൻവർ മുമ്പ് പറഞ്ഞ പല വാക്കുകളും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കും എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. പക്ഷേ അൻവർ അവിടെ ഇടതിനും വലതിനും കണക്കാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വോട്ട് പിടിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഒരു സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അൻവറിനെ സംബന്ധിച്ച് ഇവിടെ പ്രധാനം UDF-ലേക്കുള്ള വഴി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിന് അൻവർ ചെയ്യേണ്ടത് ആര്യടൻ ഷൗക്കത്തിൻ്റെ തോൽവി ഉറപ്പാക്കുക. അതേപോലെ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ തന്നെ ആ വിജയിച്ചതിനേക്കാൾ വോട്ടുകൾ അൻവർ നേടുക എന്നുള്ളതുമാണ്. ഉദാഹരണത്തിന് ആര്യടൻ ഷൗക്കത്ത് ഒരു 3000 വോട്ടിനാണ് വിജയിക്കുന്നതെങ്കിൽ അൻവർ ഒരു 18,000 വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ അത് അൻവറിന് ആ തരത്തിലേക്ക് ഉപകാരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് വെച്ച് വിലപേശാനും സാധിക്കും, സമ്മർദ്ദപ്പെടുത്താനും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ അൻവറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കരുതുവാൻ. അൻവർ എത്ര വോട്ട് നേടുമെന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ സാധ്യമല്ല. പക്ഷേ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിന് നിർണായക ശക്തി. ശരി, അത് തന്നെയാണ് തർക്കമില്ല കാര്യത്തിൽ. അരുൺ, ഈ 75,000 വോട്ട് ലഭിക്കുമെന്നൊരു ആൾ അവകാശപ്പെടണമെങ്കിൽ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടണമെങ്കിൽ ആ ട്രെൻഡ് ഗ്രൗണ്ടിൽ ഉണ്ടാവണം. നമ്മളെല്ലാവരും ഗ്രൗണ്ടിലുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അത്തരമൊരു ട്രെൻഡൊന്നും അവിടെ ഇല്ല എന്ന കാര്യം വ്യക്തമാണ്. നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് ഈ മുമ്പ് മൂവാറ്റുപുഴ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PC തോമസ് എന്ന വ്യക്തി ഇരു മുന്നണികൾക്കും ബദലായി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു ട്രെൻഡാണ്. അദ്ദേഹം അന്ന് അവിടെ വിജയിച്ച് കയറി. പക്ഷേ അന്ന് ആ മണ്ഡലത്തിൽ പ്രകടമായിരുന്നു അതിൻ്റെ മുക്കിലും മൂലയിലും PC തോമസിന് അനുകൂലമായ ഗ്രൂപ്പുകൾ, ക്യാമ്പയിനുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. പലയിടത്ത് പോലും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്തൊരു അവസ്ഥയെങ്കിൽ അൻവറിൻ്റെ ഈ അവകാശവാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അരുൺ, സഹിത്ത് PV അൻവർ കഴിഞ്ഞ 2 തവണയും വിജയിച്ചത് വളരെ കൃത്യമായി ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനം, പ്രത്യേകിച്ച് CPM-ന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. 2016 21 ഓരോ ബൂത്തിലും പ്രവർത്തകർ, ഓരോ ബൂത്തിലും കൃത്യമായ പ്രചരണ സംവിധാനങ്ങൾ എല്ലാം CPM-ന്റെ സംഘടനാ സംവിധാനമൊക്കെ അറിയാവുന്നതാണല്ലോ. സ്വാഭാവികമായി അത്തരമൊരു സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് അൻവറിൻ്റെ ജനപ്രിയതയുണ്ട്. അൻവറിൻ്റെ വോട്ടുകൾ സമാഹരിക്കാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട്. അദ്ദേഹത്തിനൊരു നൈസർഗികമായ ജൈവികമായ ഒരു കഴിവ് അദ്ദേഹത്തിന് വോട്ടുകൾ ശേഖരിക്കാനുണ്ട്, അതൊക്കെ സമാഹരിക്കാനുണ്ട്. അതൊക്കെ സത്യമാണ്, അല്ല വസ്തുതയാണ്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പിന്തുണയുമില്ലാതെ വളരെ കുറച്ച് പോക്കറ്റുകളിൽ മാത്രം ചില അനുഭാവികൾ ഉള്ളതുകൊണ്ട് ഈ എല്ലാ ബൂത്തുകളിലേക്കും അനുമോദ് വളരെ കൃത്യമായ ചോദ്യമാണ്. അനുമോദ് കണ്ട കാര്യം ഞാനും കണ്ടതാണ്. പല ബൂത്തുകളിലും PV അൻവറിൻ്റെ പ്രവർത്തകരോ ഒന്നും തന്നെ ഇല്ലാത്ത അപൂർവ ചില ബൂത്തുകൾ നമ്മൾ കാണുകയും ചെയ്തു. അതും വസ്തുതയാണ്. അൻവറിന് വേണ്ടി ബൂത്തുകൾ ആളുണ്ട്, ക്യാമ്പയിന് വേണ്ടി ആൾ നിൽക്കുന്ന ബൂത്തുകൾ നമ്മൾ കണ്ടതാണ്, സ്കൂളുകൾ നമ്മൾ കണ്ടതാണ്, പോളിംഗ് സ്റ്റേഷൻ നമ്മൾ കണ്ടതാണ്. പക്ഷേ എല്ലായിടത്തും അത്രയൊരു സംവിധാനം ഇടതുമുന്നണിക്കും അതുപോലെ തന്നെ UDF-നും ഉള്ളതുപോലൊരു സംവിധാനം PV അൻവർ ഇല്ല എന്ന വസ്തുതയാണ്. അത്തരത്തിൽ സംവിധാനം ഇല്ലാത്ത ഒരാൾ 75,000 വോട്ടെന്നൊക്കെ പറയുന്നത് തികച്ചും സജിത്ത് പറഞ്ഞ വാക്കാണ് ഏറ്റവും യോജിക്കുന്നത്. ഭ്രാന്തൻ ചിന്ത എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകാൻ ഒരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത ഒരു അവകാശവാദമായതിനെ കാരണം സ്വാഭാവികമായി PV വോട്ട് പിടിക്കുമായിരിക്കും. ആദ്യഘട്ടത്തിലൊക്കെ ഉള്ളതുപോലെ അല്ല PV അവസാന ഘട്ടത്തിൽ ഈ പ്രചരണരംഗത്ത് ഒരു കുതിച്ചുകയറ്റം നടത്തിയത്. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ 20,000-ഓ 25,000-ഓ അല്ലെങ്കിൽ പരമാവധി 30,000 വോട്ടൊക്കെ അദ്ദേഹം ഒരുപക്ഷെ കിട്ടിയേക്കാം. അതിനപ്പുറത്തേക്ക് ഈ 75,000 എന്നത് എവിടെ നിന്നാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹമാകാം. അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ അൻവർ ഈ 75,000 വോട്ട് പിടിച്ചാൽ PV അൻവറിനെ ഒരുപക്ഷെ ഇനി ചോദ്യം ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ നേതാവ് ഏറ്റവും ചുരുക്കത്തിൽ നിലമ്പൂരെങ്കിലും അങ്ങനെ ഒരു നേതാവായി അദ്ദേഹം മാറുമെന്ന് ഉറപ്പാണ്. അതിനുള്ള അത്രയധികം ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് വലിയ അത്ഭുതമായത് മാറും. ഒരുപക്ഷെ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അത്ഭുതമായി PV അൻവർ മാറും. 75,000 വോട്ടൊക്കെ അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിൽ പിടിച്ചാൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, അദ്ദേഹത്തിന് വോട്ട് സമാഹരിക്കാനുള്ള ശേഷിയുണ്ട്. അത് പക്ഷേ ഇത് വലിയ കണക്കാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വിജയിച്ചു കയറും. ഇവിടെ അത് ആരുടെ വോട്ട് പിടിച്ചാണെന്നൊക്കെ പിന്നീട് കണക്കെടുപ്പിൽ വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഇടതുമുന്നണി വോട്ടുകൾ ഭൂരിപക്ഷം പിടിച്ച് അദ്ദേഹം 75,000 വോട്ട് പിടിക്കുമെന്നുള്ളതാണ്. അത് തീർത്തും ഒരു കടന്ന പ്രഖ്യാപനമായി മാത്രമേ കാണാനാകൂ, കടന്ന കൈയായി മാത്രമേ കാണാനാകൂ. അല്ലെങ്കിൽ അത് ഒരു കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അത്ഭുതമായി PV അൻവറും അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ രീതിയും മാറുമെന്ന് ഉറപ്പാണ്.
യെസ്, ഏതാണ് അരുൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. അൻവറിന്റെ ഈ